Can I rape you? അതുകൊണ്ട് രാഹുൽ വിമൻകൂട്ടമായിട്ടാണ് ജീവിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നാവടക്കണം. രാഹുലെ പിന്നെ ഒരു കാര്യം കൂടി പറയാം. അതിരാവിലെ പുരപ്പുറത്ത് കയറി സൂര്യനെ കൂവി ഉണർത്തുന്ന സ്വഭാവമുള്ളവൻ കുറച്ചു കാലം പണ്ട് നടന്നൊരു സംഭവമാണ്. ഇന്നത്തെ പോലെ അക്കാലത്ത് ഈ വ്യഭിചാരം എന്ന് പറയുന്നത് അതിപരിഷ്കൃതമായിട്ടുള്ള ഒരു സാംസ്കാരിക പ്രവർത്തനമൊന്നും ആയിട്ടില്ല. അല്ലെങ്കിൽ പശുപാല സംസ്കാരം ആ സമൂഹത്തെ അത്ര കണ്ട് പിടിയിട്ടിരുന്നില്ല. ആ ഒരു കാലത്ത് നടന്ന സംഭവമാണ്. അതുകൊണ്ട് തന്നെ വ്യഭിചാരം എന്ന് പറയുന്നത് വളരെ കുറ്റകരമായിട്ടുള്ള, നിയമവിരുദ്ധമായിട്ടുള്ള, സാംസ്കാരിക വിരുദ്ധമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ്. സ്വാഭാവികമായിട്ടും വേശ്യാവൃത്തിയിൽ ഏർപ്പെട്ടിരുന്ന ഒരു സ്ത്രീയെ കണ്ടുപിടിക്കേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം അവിടെയുള്ളവർക്ക് വന്നുപെട്ടപ്പോൾ ആ സ്ത്രീ കല്ലേറുകൊണ്ട് കൊല്ലപ്പെടാൻ വിധിക്കപ്പെട്ടു. അന്നത്തെ അധികാരികൾ അങ്ങനെ ഒരു വിധി അങ്ങോട്ട് കൽപ്പിച്ചു. സ്വാഭാവികമായിട്ടും അതിനായിട്ട് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു കുഴി, കിണർ പോലെ വിശാലമായ ഒരു കിണർ പോലുള്ള ഒരു കുഴിയിൽ ഈ സ്ത്രീയെ നിർത്തി ചുറ്റും ധാരാളം കല്ലുകൾ നിരത്തി. അതിനു ചുറ്റും, ആ കല്ലുകൾക്ക് ചുറ്റും ഘാതകാസക്തരായിട്ടുള്ള അതിലും ധാരാളം ആളുകൾ വന്നങ്ങോട്ട് ചുറ്റി നിന്നു. ആ സമയത്ത് നമ്മുടെ കർത്താവ് പറഞ്ഞു, നിങ്ങളിൽ പാപം ചെയ്യാത്തവർ ആദ്യത്തെ കല്ലെറിയട്ടെ എന്ന്. ഏത് കാര്യത്തിനും ഒരു നാന്ദി കുറിക്കലുണ്ടല്ലേ, നാടമുറിക്കൽ പോലെ, ഉദ്ഘാടന കർമ്മം പോലെ ഒരു നാന്ദി കുറിക്കൽ എന്ന് പറഞ്ഞതുപോലെ ആദ്യത്തെ കല്ല് ഈ വ്യഭിചാര വൃത്തിയിൽ ഏർപ്പെട്ട് കൊല്ലപ്പെടാൻ വിധിക്കപ്പെട്ടിരിക്കുന്ന ഈ സ്ത്രീയുടെ ദേഹത്തേക്ക് ആദ്യത്തെ കല്ലെറിയേണ്ടത് പാപിയല്ലാത്ത ഒരുവനായിരിക്കണം. അങ്ങനെ കർത്താവ് പറഞ്ഞപ്പോൾ ഒരാൾ പോലും കുനിഞ്ഞ് കല്ലെടുത്തില്ല. കുറച്ച് സമയത്തിന് ശേഷം അവരെല്ലാവരും തലകുനിച്ച് പിരിഞ്ഞുപോയി. ഒരാൾ പോലും അവിടെ കപടബുദ്ധി കാണിച്ചില്ല. കാരണം അവനവന്റെ ഉള്ളിലേക്ക് നോക്കിയപ്പോൾ അവിടെ തന്നിലെ ഒരു പാപി നിൽക്കുന്നത് അവർ കണ്ടു. സ്വാഭാവികമായിട്ടും ഒരാൾ പോലും കല്ലെറിഞ്ഞില്ല. ഏതെങ്കിലും ഒരു വ്യക്തി, ഒരു കപടബുദ്ധിയുള്ള ഒരു വ്യക്തി സമൂഹത്തിന് മുന്നിൽ ഞാൻ പാപിയല്ല എന്ന് പറയുന്ന പ്രഖ്യാപനത്തോടുകൂടി കുനിഞ്ഞ് കല്ലെടുത്തിരുന്നുവെങ്കിൽ ആ ചുറ്റുവട്ടത്ത് നിൽക്കുന്ന സകലമാന ആളുകളും കല്ലെടുക്കും, ആ സ്ത്രീയെ കൊല്ലും. പക്ഷെ അത് ചെയ്തില്ല. ആ സമൂഹം സത്യസന്ധരായിട്ടുള്ള ഒരു സമൂഹമായിരുന്നു. ആത്മവഞ്ചന നടത്തിയില്ല. അവനവനെ തിരിച്ചറിഞ്ഞു. കുറ്റബോധത്തോടുകൂടി അവർ ആ സ്ത്രീയെ ഉപേക്ഷിച്ച് കടന്നുപോയി. എത്ര സത്യസന്ധത സ്വയം പുലർത്തിയിരുന്ന ഒരു സമൂഹമായിരുന്നു അല്ലേ. ഞാനിത് പറയാൻ കാരണമുണ്ട്. 2000 കൊല്ലങ്ങൾക്കിപ്പുറം കേരളം വളരെ പ്രബുദ്ധമാണ്, മലയാളികൾ വളരെ പ്രബുദ്ധരാണ്. പക്ഷേ അത്രത്തോളം ശക്തമായിട്ടുള്ള ആത്മവഞ്ചന പേറുന്ന ഒരു സമൂഹമായി നമ്മൾ മാറി എന്നുള്ളത് കൊണ്ടാണ് ഈ രാഷ്ട്രീയ സാംസ്കാരിക കേരളത്തിന്റെ നടുമുറ്റത്ത് മഹാപാപികളുടെ കല്ലേറുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന യുവ ജനപ്രതിനിധിക്ക് വീണു പോകേണ്ടി വരുന്നത്, അല്ലെങ്കിൽ വീണ് കിടക്കേണ്ടി വരുന്നത്. ഞാൻ വളരെ വ്യക്തമായിട്ട് പറയുന്നു, ഒട്ടും തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്വഭാവത്തെയോ, രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആദർശത്തെയോ, രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാഷ്ട്രീയത്തെയോ, രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാഴ്ചപ്പാടുകളുടെയോ മനോഭാവത്തെയോ ഒന്നും അംഗീകരിക്കുകയോ ആദരിക്കുകയോ പിന്തുടരുകയോ ചെയ്യുന്ന ഒരാളല്ല പോങ്ങൻ. പക്ഷെ ഈ വിഷയത്തിൽ പൂർണ്ണമായിട്ടും രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തിക്ക് നേരെ കല്ലെറിയാൻ കെൽപ്പുള്ള ഒരാൾ പോലും ഉണ്ട് എന്ന് ഉള്ള വിചാരം പോകാനില്ല. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലുമുള്ള ആളുകൾക്ക് അത് പറ്റില്ല. സമൂഹത്തിൽ, പൊതുസമൂഹത്തിൽ ഉള്ള ആർക്കും അത് സാധിക്കില്ല. കാരണം നമ്മളിലൊക്കെ ഏറെക്കുറെ എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള കുഴപ്പങ്ങളുണ്ട്. ഇന്നും ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ പ്രാപ്തിയില്ലാത്ത ഒരു സമൂഹമായി നമ്മളുടെ പ്രബുദ്ധ സമൂഹം മാറി എന്ന് പറയുന്ന അങ്ങേയറ്റം അപമാനകരമായിട്ടുള്ള സംഭവമാണതെന്നുകൂടി വിചാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളാണ് തീർച്ചയായിട്ടും ഈ പോങ്ങൻ. എന്തൊരു ആർത്തിയാണ് ഇങ്ങനൊരു വിഷയം കിട്ടിയപ്പോൾ അത് ചർച്ച ചെയ്യാൻ. എന്തുമാത്രം ആർത്തിയാണ് നമ്മൾ കാണിക്കുന്നത്. എത്ര ഭോഷ്കാണിത്. പരിഷ്കൃത സമൂഹം എന്ന് പറഞ്ഞാൽ ഇതാണോ പരിഷ്കൃത ബുദ്ധി? 2020 ഈ വ്യക്തി ഒരു സ്ത്രീയുമായിട്ട് ചെയ്ത ചാറ്റാണ് ഇന്ന് ഈ സമൂഹത്തിൽ വ്യാപിച്ചിരിക്കുന്നത്. പ്രധാനമായും ഞാൻ പറയുന്നു, കോഴികൾക്ക് പോലും സ്വകാര്യതയുണ്ട്. കോഴികളുടെ സ്വകാര്യതയെ പോലും മാനിക്കുക എന്ന് പറയുന്നതാണ് പരിഷ്കൃത ബുദ്ധിയുള്ള ഒരു സമൂഹത്തിന്റെ ബാധ്യത എന്ന് പറയുന്നത്. അയാൾ എഴുതിയതും അവര് മറുപടി കൊടുത്തതും ഒക്കെ ഇങ്ങനെ സ്ക്രീൻഷോട്ടായിട്ട് പ്രചരിപ്പിക്കുക എന്ന് പറയുന്നതും മര്യാദകേട് തന്നെയാണ്. കാരണം ഏതെങ്കിലും നിലയിലുള്ള ഒരു അപമര്യാദയായിട്ടുള്ള തൻ്റെ മാനത്തിനോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും നിലയിൽ തനിക്ക് മനപ്രയാസം ഉണ്ടാക്കുന്ന ഒരു പ്രയാസം, പ്രതിസന്ധി ഏതെങ്കിലും ഒരു പുരുഷനിൽ നിന്ന് ഏതെങ്കിലും ഒരു സ്ത്രീ അനുഭവിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ പുരുഷന് നൽകാൻ കെൽപ്പുള്ള നല്ല ഒന്നാന്തരം വകുപ്പുകൾ നമ്മുടെ ഭാരതീയ ന്യായ സംഹിതയിലുണ്ട്. എന്തുകൊണ്ടാണ് ഈ സ്ത്രീകൾ മാധ്യമങ്ങളിലൂടെ സമൂഹത്തിൻ്റെ മുന്നിലേക്ക് വരുന്നത്? അത് സ്വഭാവഹത്യ മാത്രം ഉന്നമിട്ടുള്ളതാണ്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന വ്യക്തി ഉറപ്പായിട്ടും കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് ഉതകുന്ന ഒരാൾ തന്നെയാണ്. സമൂഹത്തിന് അദ്ദേഹത്തെ കൊണ്ട് പ്രയോജനം ഉണ്ടോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. അദ്ദേഹത്തിൻ്റെ സംസാര ശൈലിയാവട്ടെ, അദ്ദേഹത്തിൻ്റെ ഈ പ്രസ്ഥാനത്തോട് കാണിക്കുന്ന ഒരു ആത്മാർത്ഥതയാവട്ടെ, വീറാവട്ടെ, പൊരുതൽ ശേഷിയാവട്ടെ, എല്ലാം ആ പ്രസ്ഥാനത്തിന് ഗുണം ചെയ്യുന്നതാണ്. സ്വാഭാവികമായിട്ടും അതിനെ പ്രതിരോധിക്കേണ്ടത് ആദർശം കൊണ്ടും ആശയം കൊണ്ടും കീഴ്പ്പെടുത്താൻ കഴിയുന്ന തരത്തിലുള്ള പ്രതിപക്ഷ ശക്തി വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണ് അവരെ തീർക്കേണ്ടത്. കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തോട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു രാഷ്ട്രീയ വിയോജിപ്പുണ്ട് എന്നുണ്ടെങ്കിൽ നേതാക്കളെ കോഴിത്തരത്തിന് പൊക്കുക എന്നുള്ളതല്ല.
അതൊരു ഭീരുക്കളുടെ പണിയാണ്. അത് ആഘോഷിക്കേണ്ട കാര്യമില്ല. ഞാൻ പറയുന്നത് ഏതെങ്കിലും ഒരു പെണ്ണിന് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് കുഴപ്പങ്ങൾ, പ്രയാസങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, അത് മാനസികമായിട്ടുള്ള പ്രയാസമാവട്ടെ, ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളാവട്ടെ, എന്ത് തരത്തിലുള്ള കാര്യമായി ആയാലും കോടതിയെ സമീപിക്കാം. മാധ്യമങ്ങൾ എന്തിനാണ് കൂട്ടുപിടിക്കുന്നത്? അത് വ്യക്തിഹത്യ. ഇപ്പൊ 5 കൊല്ലം മുന്നേ ഉള്ള സംഭവമാണ്. ഈ 5 കൊല്ലം മുന്നേ ഇയാൾ ഇങ്ങനെ പറഞ്ഞിരുന്നു. ഇപ്പൊ ഒരു നടി വന്നിട്ടുണ്ടല്ലോ, ആ നടിക്കാണോ ഈ മെസ്സേജ് അയച്ചതെന്ന് എനിക്കറിയില്ല. എന്ത് തന്നെ ആയാലും ഇപ്പൊ ആ നടി അവരൊക്കെ എന്ന് പറഞ്ഞാൽ എത്ര ഗംഭീരമായിട്ട്, എത്ര ആസ്വദിച്ച്, എത്ര സന്തോഷത്തോടു കൂടിയാണ് ഇതുപോലുള്ള ഒരു പീഡന സംഭവം പറയുന്നത്. ആ സ്ത്രീക്ക് ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനുമുണ്ട് അവരുടേതായിട്ടുള്ള രാഷ്ട്രീയ കാഴ്ചപ്പാടുകളും രാഷ്ട്രീയ പിടിപാടുകളും എതിർ രാഷ്ട്രീയത്തിൽപ്പെട്ടവരുമായിട്ടുള്ള ചില സൗഹൃദങ്ങളും ഒക്കെ അവരും വെച്ച് പുലർത്തുന്നതായിട്ട് നവമാധ്യമങ്ങളിലൂടെയൊക്കെ കണ്ടിട്ടുണ്ട്, സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഈ സംഭവം ഇപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ പൊങ്ങി വരാൻ അതിന് കൃത്യമായിട്ടുള്ള കാരണം ഉണ്ടാകും എന്ന് തന്നെയാണ് എൻ്റെ മനസ്സ് പറയുന്നത്. രാഷ്ട്രീയ കാരണങ്ങൾ ഉണ്ടാവും. അതായത് കഴിഞ്ഞ ദിവസം ഭരണകക്ഷിയെ വളരെ പ്രതിക്കൂട്ടിലാക്കാൻ കഴിയുന്ന നിലയിലുള്ള ചില ആരോപണങ്ങൾ ഉയർന്നു വന്നത് നമ്മൾ കണ്ടു. പാർട്ടി സെക്രട്ടറിക്കെതിരെയും അദ്ദേഹത്തിൻ്റെ മകനെതിരെയും അതുപോലെ തന്നെ മറ്റ് പല ഉന്നത വ്യക്തിത്വങ്ങൾക്കെതിരെയുമൊക്കെയുള്ള പല ആരോപണങ്ങളും ഉയർന്നു വന്നപ്പോൾ പെട്ടെന്ന് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ 5 കൊല്ലം മുന്നേ മെസ്സേജ് അയച്ചു എന്നും പറഞ്ഞുകൊണ്ട് വരുന്നത്. അങ്ങനെ പല കേസുകളും. അതുപോലെ തന്നെ ഈ ഗർഭഛിദ്രം നടത്താൻ വേണ്ടി എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടുള്ള അവരുടെ ഒരു ശബ്ദവും കേട്ടു. സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും പൊതുസമൂഹം ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളല്ല. അതാണ് പോകൻ പറയുന്നത്. ഇത് രാഷ്ട്രീയ പ്രവർത്തനമല്ല, ഇത് ഒരു തരത്തിലുമുള്ള ഒരു സാംസ്കാരിക പ്രവർത്തനമല്ല. നമ്മളിലെ വിടന്മാരാണ് ഉയർന്നു വരുന്നത്. ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇങ്ങനെ വിമർശന ബുദ്ധിയോടുകൂടി പരിഹസിച്ചുകൊണ്ട് ആൾക്കൂട്ടം ഇങ്ങനെ ആഞ്ഞടിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നമ്മൾ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന ചില വിടത്വ ബുദ്ധിയാണ് പുറത്തേക്ക് വരുന്നത്. പിന്നെ രാഹുൽ മാങ്കൂട്ടം അങ്ങേയറ്റം പൈങ്കിളിയാണ്, പറയാതിരിക്കാൻ പറ്റില്ല. ആ ഒരു പുറത്ത് വന്ന സന്ദേശം, അതിൻ്റെ ഒരു 3 ലൈൻ മാത്രം ഞാൻ വായിച്ചു, അത്രയേ ഉള്ളൂ. എനിക്ക് മുഴുവൻ എനിക്ക് ചളിപ്പ് തോന്നി, ശരീരത്ത് ഒച്ച എഴയുന്ന പോലെ തോന്നി. ഇത്രമാത്രം ഈ മാധ്യമങ്ങളുടെയൊക്കെ മുന്നിൽ വന്നിട്ട് ഈ പയ്യൻ പറയുന്ന വർത്തമാനങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഞാൻ പറയുന്നത് പ്രധാനമായും ഈ സമൂഹത്തോട് പറയുകയാണ്, സംസാരിക്കാൻ അറിയുന്നത് എന്തോ വലിയ ആദർശ സമ്പത്തിൻ്റെ ലക്ഷണമായിട്ടോ, കഴിവിൻ്റെ ലക്ഷണമായിട്ടോ, മികവിൻ്റെ ലക്ഷണമായിട്ടോ, ആദർശശുദ്ധിയുടെ ലക്ഷണമായിട്ടോ, അതല്ലെങ്കിൽ ഏതെങ്കിലും നിലയിലുള്ള ഒരു യോഗ്യതയുടെ ലക്ഷണമായിട്ടോ സംസാരശേഷി അളക്കരുത്. ഇതുപോലുള്ള ഒരു പ്രശ്നം സംഭവിച്ചപ്പോൾ പോലും ചളിപ്പില്ലാതെ എത്ര സമർത്ഥമായിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ആ സമൂഹത്തിൻ്റെ മുന്നിൽ, അല്ലെങ്കിൽ മാധ്യമങ്ങളിലൂടെ സമൂഹത്തിൻ്റെ മുന്നിലേക്ക് എത്തുന്നത്. ഒരു പതർച്ചയുമില്ലാതെ ആ വളരെ മനോഹരമായിട്ടുള്ള വാക്കുകളിലൂടെ പദങ്ങൾ കൃത്യമായി അടുക്കി വെച്ചുകൊണ്ട് ആരിലും കോരിത്തെരിപ്പ് ഉണ്ടാക്കുന്ന നിലയിൽ അങ്ങനെ ഭാഷാ പ്രയോഗം നടത്തിക്കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ അതിനെ അല്ലെങ്കിൽ അതിനോടുള്ള പ്രതികരണം, അല്ലെങ്കിൽ ഒരു പ്രതിരോധം സൃഷ്ടിക്കലിൻ്റെ ഭാഗമായിട്ട് എത്ര സമർത്ഥമായിട്ടാണ് അദ്ദേഹം വാക്കുകളെ ഉപയോഗിക്കുന്നത്, ഭാഷയെ ഉപയോഗിക്കുന്നത്, ആ ഭാഷയുടെ ഘടനയെ കൈകാര്യം ചെയ്യുന്നത്, അല്ലേ? ഇത്രയും പൊതുസമൂഹത്തോട് ഈ നിലയിൽ സംസാരിക്കുന്ന ആളാണ് കോഴിയാകുന്ന സമയത്ത് ഒരു 15-16 വയസ്സുള്ള ഒരു ആൺകുട്ടി, കൗമാരം കടക്കാത്ത ഒരു ആൺകുട്ടിയേക്കാൾ ചപലനായി പോകുന്നു എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ജനപ്രതിനിധിക്കെന്നല്ല, ജനസേവന വ്യവസായിക്ക് തന്നെ കൊള്ളുന്ന ഒരു പരിപാടിയാണോ എന്നുള്ള കാര്യം നമ്മളൊന്ന് ആലോചിക്കണം. അതൊക്കെ ഞാൻ സമ്മതിക്കുന്നു. പിന്നെ പത്മജ വേണുഗോപാൽ അവർ പാർട്ടി മാറിയ സമയത്ത് ഇയാൾ പറഞ്ഞിട്ടുള്ള വർത്തമാനം അംഗീകരിക്കാൻ പറ്റുന്നതല്ല. സുരേഷ് ഗോപിയെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ യോജിക്കാൻ പറ്റില്ല. പക്ഷെ സുരേഷ് ഗോപി ആവട്ടെ, പത്മജ വേണുഗോപാലിനാവട്ടെ, സാക്ഷാൽ നരേന്ദ്രമോദിജി ആവട്ടെ, ഇവരെ വിമർശിക്കുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ജോലി കൂടിയാണല്ലോ, അല്ലേ? അത് അയാൾ വെടിപ്പായിട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനെ ആ നിലയിൽ എടുത്താൽ മതി. സുരേഷ് ഗോപിയെ ചീത്ത പറഞ്ഞു എന്നുള്ളത് കൊണ്ട് നിനക്ക് തിരിച്ചടി കിട്ടി, ഭഗവാൻ തിരിച്ചടി കൊടുത്തതാണ് എന്നും വിചാരിക്കേണ്ട. ഭഗവാനൊന്നുമല്ല തിരിച്ചടി കൊടുക്കുന്നത്. ഇത് കൃത്യമായിട്ട് നമ്മുടെ പാർട്ടി സെക്രട്ടറിയുടെ അല്ലെങ്കിൽ കമ്മികളുടേതായിട്ടുള്ള ഒരു പ്രശ്നം വന്ന സമയത്ത് അവർ കൊടുത്ത പണിയാണ്. അവർ കൊടുത്ത പണിക്ക് എന്തിനാണ് ഈ സംഖ്യകൾ ഇത്രത്തോളം ആഘോഷിക്കുന്നത്? കോൺഗ്രസ് മുക്ത ഭാരതം സാധ്യമാക്കേണ്ടത് ഇത്തരം തൊട്ടിപ്പണി ചെയ്തിട്ടല്ല. ഞാൻ ഇന്ന് രാവിലെ പോയിട്ട് ഈ സംസാരം നടത്തുന്നതിന് മുമ്പ് ശങ്കുറ്റി ദാസ്, അദ്ദേഹം BJPയുടെ വക്താവാണല്ലോ, ഞാൻ അദ്ദേഹത്തിന്റെ പേജിൽ പോയി നോക്കി, ഫേസ്ബുക്ക് പേജിൽ എന്തെങ്കിലും കുറിച്ചിട്ടുണ്ടോ നോക്കി. പക്ഷേ ഈ വിഷയത്തിൽ കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല. അത്രയും സമാധാനം. നല്ലത്. BJP ഇങ്ങനല്ല കോൺഗ്രസ് മുക്ത ഭാരതം സൃഷ്ടിക്കേണ്ടത്. ഈ മനുഷ്യർ തമ്മിൽ ഈ വ്യക്തിപരമായി അത്ര കണ്ട് പകയുടെ ആവശ്യമില്ല. ആശയപരമായി നമുക്ക് പലതും തോന്നും. കള്ളന്മാർക്ക് കൂടിയുള്ളതാണല്ലോ ഈ ലോകം എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ കള്ളന്മാരുടെ ഉപദ്രവം എത്ര കണ്ട് നമുക്ക്
ഏൽക്കാതിരിക്കാൻ വേണ്ടുന്നതായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് സമൂഹം ചെയ്യേണ്ടത്. പക്ഷെ ദൗർഭാഗ്യവശാൽ നല്ല സംസാരശേഷിയുള്ള കള്ളന്മാർക്ക് ഇന്ന് കാലമുണ്ട്. അതുകൊണ്ടാണ് ഈ രാഹുൽ മാങ്കൂട്ടമൊക്കെ ഈ ഇത്ര തന്നെ സമർത്ഥമായി സംസാരിക്കുമ്പോൾ നമ്മൾ കൈയടിച്ചു പോകുന്നത്. സംസാരം കേട്ട് കൈയടിക്കരുത്. സംസാരമല്ല ഒരു നേതാവിൻ്റെ നല്ല ലക്ഷണം എന്ന് പറയുന്നത്. ഒരു നല്ല നേതാവിൻ്റെ സംസാരം എന്ന് പറയുന്നതല്ല ഒരു നേതാവിൻ്റെ ഒരു 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 യോഗ്യത എന്ന് പറയുന്നത്. സംസാരശേഷിയല്ല, കാര്യപ്രാപ്തിയാണ്. അതുകൊണ്ട് ഇതുപോലുള്ള വിഷയങ്ങളിൽ നമ്മൾ കൂടുതൽ ബേജാറാവേണ്ട കാര്യമില്ല എന്ന് പറയുന്ന ഒരു വിചാരമാണ് ഉള്ളത്. ഈ കൂടി വന്നാൽ എന്താ ചെയ്യാൻ പറ്റുക? രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ആ പേരിനകത്തുള്ള ആ മാൻകൂട്ടം എന്നുള്ളത് മാറ്റിയിട്ട് വിമൻകൂട്ടം എന്ന് പറയുക. അത് അങ്ങനെയുള്ള കാര്യങ്ങളിൽ സവിശേഷമായിട്ടുള്ള എന്തെങ്കിലും ഒരു സ്ഥാനം നൽകിക്കൊണ്ട് അദ്ദേഹത്തെ ആദരിക്കുന്നതിനപ്പുറത്തേക്ക് ഇതിനൊന്നും ഗൗരവം കൊടുക്കണ്ട. രാഹുൽ മാൻകൂട്ടമല്ല, രാഹുൽ വിമൻകൂട്ടമാണ് എന്ന് പറഞ്ഞാൽ തീർന്നു. അവിടെ എല്ലാം ഉണ്ട്. ഇനി അദ്ദേഹത്തിന് വോട്ട് കൊടുക്കണോ വേണ്ടയോ? അദ്ദേഹത്തിനോട് ഞാൻ ഈ പറയുന്ന പെണ്ണുങ്ങൾക്കൊക്കെ കൃത്യമായിട്ട് ഇന്നത്തെ കാലത്ത് അറിയാൻ പറ്റും. ഒരു സാമൂഹ്യ മാധ്യമ കാലത്ത് ജീവിതം തള്ളി നീക്കിക്കൊണ്ടിരിക്കുന്ന പെണ്ണുങ്ങൾക്കൊക്കെ അറിയാൻ പറ്റും. ഒരു പുരുഷൻ ഒരു കുക്കുട സ്വഭാവിയായി മാറുന്നതിൻ്റെ ആദ്യത്തെ വാക്കിൽ തന്നെ അവർക്കത് പിടികിട്ടും. ഒരു പുരുഷനെ നിലയ്ക്ക് നിർത്താം. ഒരു പുരുഷനോട് ഇനി നിങ്ങൾ ഇതുപോലുള്ള സംസാരം നടത്തരുത് എന്ന് പറഞ്ഞാൽ ആ പുരുഷൻ പിന്നെ നടത്തില്ല. അതൊരു സ്ത്രീക്ക് സാധിക്കും അങ്ങനെ വിലക്കാൻ. അത് സാങ്കേതികമായി വിലക്കാം, വാക്കാൽ വിലക്കാം. സാങ്കേതികമായി വിലക്കാം എന്ന് പറഞ്ഞാൽ നമുക്ക് അവനെ ബ്ലോക്ക് ചെയ്ത് കളയാമല്ലോ. വാട്സപ്പിലൂടെ ആയാലും എവിടെ ആയാലും അവനെ ബ്ലോക്ക് ചെയ്ത് കളയാം താല്പര്യമില്ലെങ്കിൽ. പക്ഷേ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തിയുടെ സ്വാധീന ശേഷിയാവട്ടെ, രാഷ്ട്രീയമാവട്ടെ, അയാളുടെ മറ്റെന്തെങ്കിലും തരം താല്പര്യം, അതിനോടൊക്കെ ചേർന്ന് നിന്നുകൊണ്ട് ഒരു നിശ്ചിത കാലം അതൊക്കെ അനുഭവിക്കുക, അതിനുശേഷം അയാളെ തള്ളിക്കളയുക. പെണ്ണുങ്ങൾ മാത്രമല്ലല്ലോ തള്ളിക്കളയുന്നത്, അയാളെ വളർത്തിക്കൊണ്ട് വന്നവർ പോലും പുള്ളിയെ തള്ളിക്കളഞ്ഞു. ഇത്രയും കെട്ടവനായിരുന്നു എന്ന് അറിഞ്ഞില്ല കേട്ടോ, അങ്ങനെ ആയിരുന്നെങ്കിൽ ഞങ്ങൾ വളർത്തില്ലായിരുന്നു എന്നുള്ള മട്ടിൽ 4-5 പേര് പുള്ളിയെ നിഷ്കരണം തള്ളിക്കളഞ്ഞു. ഞാൻ ആ കൂടെ നിൽക്കില്ല. ഞാൻ അയാളെ മാനിക്കുകയൊന്നുമില്ല. അയാളുടെ പ്രവൃത്തിയെ മാനിക്കില്ല, അയാളുടെ കുക്കുടത്വത്തെയും മാനിക്കില്ല, അയാളുടെ ഒരു ആദർശത്തെയും മാനിക്കില്ല, അയാളുടെ ഒരു പരിപാടിയും ഞാൻ മാനിക്കില്ല. പക്ഷേ ഒരു മനുഷ്യൻ എന്ന നിലയിൽ, ഒരു കോഴി എന്ന നിലയിൽ ആ മനുഷ്യന് കോഴിയായി ഇരിക്കാനുള്ള എല്ലാ വിധത്തിലുള്ള അവകാശങ്ങളുമുണ്ട്. അത് ഉപദ്രവമാകുന്നുണ്ടോ? അത്രയേ ഉള്ളൂ. കോടതിയിൽ പോകണം, തെളിവുകൾ നിരത്തണം. അദ്ദേഹത്തിന് യോഗ്യമായിട്ടുള്ള എന്ത് തരത്തിലുള്ള എത്ര വലിയ കുറ്റം ചെയ്തു കഴിഞ്ഞാലും അദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള വകുപ്പ് തീർച്ചയായിട്ടും നമ്മുടെ ഭാരതീയ ന്യായ സംഹിതയിലുണ്ട്. അത്ര ദരിദ്രമല്ല നമ്മുടെ ഭാരതീയ ന്യായ സംഹിത. അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ അധികാരം നേടാനോ ഒരു നേതാവിനെ ഇല്ലാതാക്കാനോ അദ്ദേഹത്തെ സ്വഭാവഹത്യയിലൂടെ, അയാളുടെ സ്വഭാവം നല്ലതോ ചീത്തയോ ആണെന്നുണ്ടെങ്കിൽ ആ പെണ്ണുങ്ങൾ മാധ്യമങ്ങളുടെ മുന്നിലല്ലെന്നീ വരണ്ടേ. അവർ നേരെ കോടതിയിലാണ് പോകേണ്ടത്. ഇതിൻ്റെ ഈ പറഞ്ഞ സ്വകാര്യത എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങൾക്കുണ്ട്, ഈ പറഞ്ഞ കോഴികൾക്കുണ്ട്, എല്ലാവർക്കും ഉണ്ട്. ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ പോങ്ങനി ഇത്ര അടിയമ്പട ഇവനോ എന്തോ സംഭവം ഉണ്ടെന്നുള്ളത് ഒന്നുമില്ല കേട്ടോ. ഈ തരത്തിൽ ഞാനൊരു പാപിയല്ല. വേണമെങ്കിൽ അതാണ് പറഞ്ഞത്, രാഹുലിനെ ഇപ്പോൾ കർത്താവ് പറഞ്ഞതുപോലാണെങ്കിൽ നിങ്ങളിൽ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്നുള്ള രീതിയിലാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരം വിഷയത്തിൽ ഞാൻ പാപിയല്ല. എനിക്ക് വേറെ ഒരുപാട് കുഴപ്പങ്ങളുണ്ട്. പക്ഷേ ഈ വിഷയത്തിൽ ഈ കോഴി സ്വഭാവം എനിക്കില്ല. എനിക്ക് ഈ വഴിയെ പോകുന്ന ആളുകളിൽ മുഴുവൻ അവരിനി നൂല് ബന്ധമില്ലാതെ ഒരു സ്ത്രീ എൻ്റെ മുന്നിലൂടെ അങ്ങനെ കടന്നുപോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ചിലപ്പോൾ ഒരു പ്രത്യേക അഴകളവൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കൊള്ളാം എന്ന് മനസ്സിൽ ചിലപ്പോൾ ഒന്ന് പറഞ്ഞു എന്നിരിക്കും. അതല്ലാതെ ഞാൻ അവരെ എൻ്റെ ഏതെങ്കിലും താല്പര്യങ്ങൾക്ക്, ഇംഗിതങ്ങൾക്ക് ഇരപ്പെടുത്താൻ ശ്രമിക്കില്ല. ക്യാൻ ഐ റേപ്പ് യു എന്ന് ചോദിച്ചിട്ട് റേപ്പർ ആവാനോ ഒന്നും പറ്റില്ല. ഒരു സ്ത്രീയോട് നമുക്ക് സ്നേഹം തോന്നണമെങ്കിൽ അതിന് ചില ഗുണങ്ങളുണ്ട്, ചില യോഗ്യതകളുണ്ട്. ഞാൻ എൻ്റെ പ്രണയത്തിന് ഒരു വില കൊടുത്തിട്ടുണ്ട്, ഒരു മൂല്യം കൊടുത്തിട്ടുണ്ട്. അത് ഈ പണ്ട് മറ്റേ ആരോ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു ചപ്പിലും ചതുപ്പിലും കൊണ്ട് താഴ്ത്താനുള്ളതല്ല എന്ന് പറഞ്ഞതുപോലെ എൻ്റെ ഒരു പ്രണയത്തിന് ഒരു മൂല്യം ഞാൻ കൽപ്പിച്ചിട്ടുണ്ട്. അതിന് ഇണങ്ങുന്നതാണെങ്കിൽ മാത്രം, അതും ദീർഘകാലത്തെ അല്ലെങ്കിൽ കുറഞ്ഞ പക്ഷം കുറച്ച് അധികകാലത്തെ ഒരു സംസാരത്തിൻ്റെയും അതിൽ നിന്നുണ്ടാവുന്ന മാനസികമായിട്ടുള്ള അടുപ്പത്തിൻ്റെയും അത് പ്രണയത്തിലേക്കുമൊക്കെ കടന്നല്ലാതെ നേരം പോക്കാൻ എനിക്ക് കുറച്ച് പ്രയാസമുണ്ട്. അല്ലാതെ ഞാൻ മാന്യനായതുകൊണ്ടൊന്നുമല്ല, അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. അത്യാവശ്യം വിഷയാസക്തിയോ അതല്ലെങ്കിൽ ഇത്തരം താല്പര്യങ്ങളോ ഒക്കെ ഉള്ള ഒരാൾ തന്നെയാണ് ഞാൻ എന്ന് കരുതിക്കൊണ്ട് അത് ഇതുപോലല്ല. ആരെങ്കിലും വളച്ചേക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് ഒരാളെ ഉന്നമിട്ട് അതിൻ്റെ പിന്നാലെ പോകുന്ന ഒരു കോഴിയല്ല ഞാൻ. അതുകൊണ്ട് തന്നെ വേണമെങ്കിൽ എനിക്ക് രാഹുലിനെതിരെ ഒരു കല്ലൊക്കെ എറിയാം, ഒരു മണിക്കല്ലെങ്കിലും എടുത്ത് എറിയാം. പക്ഷെ ഞാൻ എറിയില്ല. കാരണം ഇങ്ങനെയല്ല ഇത്തരം വിഷയങ്ങളെ കൈകാര്യം ചെയ്യേണ്ടത്, ഇങ്ങനെയല്ല രാഷ്ട്രീയ പ്രവർത്തനം നടത്തേണ്ടത്, ഇങ്ങനെയല്ല അധികാരം കളയേണ്ടതും നേടേണ്ടതും.
രണ്ട് വ്യക്തികൾക്കിടയിൽ മാത്രമുള്ളതാണ്. അത് നിയമമാണ്. വേണ്ടെങ്കിൽ അവർക്കിടയിൽ ഒരു പ്രശ്നമുണ്ടായാൽ, ചൂഷണം നടന്നിട്ടുണ്ടെങ്കിൽ, കൊള്ളരുതായ്മ നടന്നിട്ടുണ്ടെങ്കിൽ കോടതിയിലാണ് പോകേണ്ടത്. അതുവഴിയാണ് പോകേണ്ടത്. മാധ്യമ വിചാരണയുടെ ആവശ്യമില്ല. നമ്മളാരും വിധി പറയേണ്ട ആവശ്യമില്ല. നമ്മളാരും കല്ലെറിയേണ്ട ആവശ്യമില്ല. അല്ലാതെ ഇവർ പൊതുപ്രവർത്തകരാണെന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് സ്വകാര്യ ജീവിതം തീരെ പാടില്ല എന്ന് പറയാനും പറ്റില്ല. പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിനോട് വ്യക്തിപരമായിട്ട് ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ഈ സാമർഥ്യമുള്ളൂ, ഈ സംസാര സാമർഥ്യം, ഈ സാമർഥ്യം ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ സ്വഭാവ ദൂഷ്യങ്ങൾ സ്വന്തം നിലയിലുണ്ടെന്ന് ഉള്ളപ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ തിരിച്ചറിയാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഉപബോധ മനസ്സിലല്ല, നിങ്ങൾ ബോധപൂർവമാണ് ഈ ചാറ്റ് ചെയ്യുന്നതും ഈ പറയുന്ന പിടചവിട്ട് നടത്തുന്നതും ഒക്കെ സ്വന്തം നിലയിൽ താല്പര്യത്തോടെ സ്വബോധത്തോടെ ആണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് ഒരു കുറച്ച് പാകത കാണിക്കണം. ആളുകളെ അങ്ങോട്ട് ഒരുപാട് വെറുപ്പിക്കാൻ നിൽക്കരുത്. അതുകൊണ്ടാണ് നിങ്ങളെ ഇങ്ങനെ എടുത്തിട്ട് മേയുന്നത് ആൾക്കാർ. സംസാരശേഷി നന്നായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആളുകൾക്ക് ഒരല്പം അഹങ്കാരം വരും. സംസാരം കൊണ്ട് ആരെയും വീഴ്ത്താം, സംസാരം കൊണ്ട് ഏത് സ്വാധീനവും ആരിലും ചെലുത്താം എന്ന് പറയുന്ന ആ ഒരു ധൈര്യം വരുമ്പോൾ, അല്ലെങ്കിൽ അത് സ്വയം തിരിച്ചറിയുമ്പോൾ, ആത്മവിശ്വാസം വരുമ്പോൾ, അത് ആത്മവിശ്വാസം അഹങ്കാരമായിട്ട് മാറും. അഹങ്കാരം ഉണ്ടായി കഴിഞ്ഞാൽ പതിയെ വീഴ്ച തുടങ്ങും. പ്രകൃതിയാണ് എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് മനസ്സിലാക്കണം. രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തി ഇത്രത്തോളം കുക്കുട സ്വഭാവമുള്ളവനാണെന്ന് മനസ്സിലാക്കുമ്പോൾ പണി നിങ്ങൾക്ക് എവിടെ നിന്നും കിട്ടാനുള്ള സാധ്യതയുണ്ടെന്ന് തിരിച്ചറിയേണ്ടതും അതിനു വേണ്ടുന്ന ഒരു കരുതലെടുക്കേണ്ടത് നിങ്ങളായിരുന്നു. പക്ഷെ അത് നിങ്ങൾ ചെയ്തില്ല. അതാണ് നിങ്ങൾക്ക് പറ്റിയ അബദ്ധം. അതുകൊണ്ട് ഇനിയെങ്കിലും മര്യാദയ്ക്ക് അവനവൻ്റെ ജീവിതം ജീവിക്കുക, തെറ്റുകൾ പറ്റിയത് ഏറ്റുപറയുക, ആത്മാർത്ഥമായി ക്ഷമ ചോദിക്കുക, ആവർത്തിക്കാൻ കഴിയാത്ത വിധം അതങ്ങോട്ട് തിരുത്തി കളയുക. തെറ്റുകൾ പറ്റുന്നത് കുഴപ്പമൊന്നുള്ള കാര്യമല്ല, തിരുത്താതിരിക്കുന്നതും അതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നതും അതിനെ നാവിൻ്റെ സ്വാധീന ശേഷി കൊണ്ട് തനിക്ക് അനുകൂലമാക്കി മാറ്റാൻ നടത്തുന്ന പരിശ്രമങ്ങളും ഒന്നും ഗുണം ചെയ്യില്ല. കാരണം ഇതിനൊക്കെ അവസാന വാക്കെന്ന് പറഞ്ഞത് പ്രകൃതിയാണ്. പ്രകൃതി ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. പ്രകൃതി പണി തരും, അതിൽ യാതൊരു സംശയവും വേണ്ട. അതുകൊണ്ട് രാഹുൽ വിമൻകൂട്ടമായിട്ടാണ് ജീവിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നാവടക്കണം, ലിംഗപാകതയും നേടണം. ചെറിയ പ്രായമാണ്, മുന്നോട്ട് നല്ല ഭാവിയുണ്ട്. അത് നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കുക. പിടചവിട്ടാനാണെന്നുണ്ടെങ്കിൽ വേറെ പണിക്ക് പോവുക, അതാണ് നല്ലത്. എന്തായാലും ഇക്കാര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ആ ഒരു ദുരവസ്ഥയിൽ പങ്കുചേർന്നുകൊണ്ട്, ഇത് നിങ്ങളുടേതൊരു വെറും കോഴിത്തരമാണെന്നോ ഇതൊരു ക്രിമിനൽ കുറ്റമാണെന്നോ ഞാൻ പറയില്ല. ഇതൊരു രോഗമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് വേണ്ടത് മനോരോഗ ചികിത്സകൻ്റെ സഹായമാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത്. അല്ലാതെ ഈ രോഗത്തിന് നമ്മുടെ ഭാരതീയ ന്യായ സംഹിതയിൽ എന്തെങ്കിലും മരുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. രാഹുൽ മാങ്കൂട്ടം, രാഹുൽ വിമൻകൂട്ടമായി മാറുന്ന ഈ രോഗത്തിന് ഭാരതീയ ന്യായ സംഹിതയിലല്ല മരുന്നുള്ളത്. ഇതിന് ചികിത്സ നൽകേണ്ടത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മനോരോഗ വിദഗ്ധർ തന്നെയാണ്. അതുകൊണ്ട് നാവടക്കം കാട്ടാനും ലിംഗപാകത കൈവരിക്കാനും തീർച്ചയായിട്ടും രാഹുൽ വിമൻകൂട്ടത്തിന് സാധിക്കട്ടെ. അല്ലെങ്കിൽ രാഹുൽ വിമൻകൂട്ടം എത്രയും വേഗം രാഹുൽ മാങ്കൂട്ടമായി തന്നെ മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പൊങ്ങനി സംസാരം ഇവിടെ നിർത്തുന്നു. രാഹുലെ, പിന്നെ ഒരു കാര്യം കൂടി പറയാം. അതിരാവിലെ പുരപ്പുറത്ത് കയറി സൂര്യനെ കൂവി ഉണർത്തുന്ന സ്വഭാവമുള്ളവൻ ശ്രദ്ധിച്ച് പകൽ നേരങ്ങളിൽ നാവാട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഒരു നല്ല അസ്തമയം ഉണ്ടാവില്ല. രാഹുൽ വിമൻകൂട്ടം എത്രയും പെട്ടെന്ന് രാഹുൽ മാൻകൂട്ടമായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പൊങ്ങനി സംസാരം ഇവിടെ നിർത്തുന്നു. അടുത്ത സംസാരത്തോടെ നമുക്ക് വീണ്ടും കേൾക്കാം. അടുത്ത വീഡിയോയോടെ നമുക്ക് വീണ്ടും കാണാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആർക്കെങ്കിലും ഒരു സന്മനസ് തോന്നുന്നുണ്ടെങ്കിൽ, സഹകരണ ബുദ്ധി നിങ്ങളിൽ ഉണർന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അത് ആറിപ്പോകുന്നതിന് മുന്നേ സബ്സ്ക്രിപ്ഷൻ നടത്തുക. ഒന്ന് ആലോചിക്കുകയെങ്കിലും ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. അടുത്ത വീഡിയോയോടെ നമുക്ക് വീണ്ടും കാണാം. അടുത്ത സംസാരത്തോടെ നമുക്ക് വീണ്ടും കേൾക്കാം. സ്നേഹം.